രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീട പ്രതീക്ഷകളുമായി നാളെ കേരള ടീം ഇറങ്ങും. കലാശപ്പൂരിൽ വിദർഭയാണ് എതിരാളികൾ. അവസാനത്തെ പരിശീലനത്തിനായി ഇരു ടീമുകളും സ്റ്റേഡിയത്തിലെത്തി. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം വിവരങ്ങളുമായി. അനിൽ, ഇപ്പോൾ ആദ്യമായി ഫൈനലിലേക്ക് കളിക്കാൻ ഇറങ്ങുന്നു കേരളം. വലിയ പ്രതീക്ഷയിലാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് പരിശീലനമൊക്കെ പുരോഗമിക്കുന്നത്? അവരുമായി സംസാരിച്ചോ അനിൽ? തീർച്ചയായും അനുജ, വലിയ പ്രതീക്ഷകളാണ് കേരള ടീം ഉള്ളത്. ചരിത്ര ഫൈനലാണ്, ആദ്യമായിട്ടാണ് ഫൈനലിലേക്ക് മുന്നേറിയത്. ആ ഒരു ഫൈനൽ നേട്ടം, ആ ചരിത്ര നിമിഷം കൂടുതൽ മധുരകരമാകണമെങ്കിൽ ഒരു കപ്പും കൂടി വേണം. അതിനൊരുങ്ങി തന്നെയാണ് കേരളത്തിന്റെ ചുണക്കുട്ടികൾ. ഇപ്പോൾ അവരുടെ അവസാന വട്ട പരിശീലന സെഷൻ പുരോഗമിക്കുകയാണ്. അനുജ ചോദിച്ച പോലെ തന്നെ അവരുടെ ടീം മാനേജറുമായൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. എല്ലാവരും വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മത്സരങ്ങളിലും കിട്ടിയ ത്രില്ലിംഗ് വിജയങ്ങൾ തന്നെയാണ്. ക്വാർട്ടറിൽ 1 റൺസിന്റെ ലീഡിൽ മറികടന്നു. രണ്ടാം സെമിയിലേക്ക് വരുമ്പോൾ അത് 2 റൺസ് ലീഡിന് മറികടത്തുന്നു. അങ്ങനെ കരുത്തരെയൊക്കെ തന്നെ വെട്ടി വീഴ്ത്തി ഫൈനലിലേക്ക് മുന്നേറിയ കേരളത്തിന് ഇനി മുന്നിലുള്ളത് വിദർഭയാണ്. അവർ ഈ സീസണിലെ ഏറ്റവും മികച്ച ടീമാണ്. 7ൽ 6 മത്സരങ്ങൾ ജയിച്ചാണ് അവർ ലീഗ് ഫോർമാറ്റിൽ നിന്ന് നോക്കൌട്ടിലേക്ക് മുന്നേറിയത്. അവിടെയൊക്കെ തന്നെ ജയങ്ങളോടുകൂടിയാണ് അടുത്ത സ്റ്റേജിലേക്ക് വന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ടീമുള്ളത്. ഇപ്പോൾ ടീമിന്റെ സ്ലിപ്പിലെ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ സൽമാൻ നിസാർ അടക്കമുള്ളവർ ഇപ്പോൾ കാണാം. മുഹമ്മദ് അസ്രുദ്ദീനെയൊക്കെ തന്നെ നമുക്ക് കാണാം. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ടീം. ഇത്തവണ വിദർഭയ്ക്കെതിരെയുള്ള മികച്ച റെക്കോർഡ് അതുതന്നെയാണ് ആത്മവിശ്വാസം നൽകുന്നത്. ഈ ഗ്രൗണ്ടിൽ അവർക്കെതിരെ മുമ്പ് 4 തവണ കളിച്ചിട്ടുണ്ട്. അതിൽ 2 തവണ ജയിച്ചിട്ടുണ്ട്, 2 തവണ സമനിലയാവുകയായിരുന്നു. ഇന്നേ വരെ ഈ ഗ്രൗണ്ടിൽ തോറ്റിട്ടില്ല എന്നുള്ള വലിയ റെക്കോർഡ് തന്നെയാണ് കേരളത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലെ മികച്ച പ്രകടനങ്ങളും വലിയ ആത്മവിശ്വാസം നൽകുന്നു. കേരളത്തിന്റെ കഴിഞ്ഞ മത്സരത്തിലെ 2 ഹീറോസ്, അവരെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. കീപ്പർ മുഹമ്മദ് അസ്രുദ്ദീൻ, ഒപ്പം തന്നെ സൽമാൻ നിസാറിന്റെ കഴിഞ്ഞ മത്സരത്തിൽ തലയിൽ തട്ടിത്തെറിച്ച പന്താണ് സച്ചിൻ ബേബിയുടെ കൈകളിൽ ഒതുങ്ങി നമുക്ക് ആ നിർണായക ലീഡൊക്കെ തന്നെ കിട്ടിയത്. ആ 2 താരങ്ങളുടെ കോമ്പിനേഷനും ഏറ്റവും മികച്ചത് തന്നെയാണ്. സ്ലിപ്പിലും കേരളത്തിന്റെ വിശ്വസ്തരായി അവരുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടീം ഒരുങ്ങി തന്നെയാണ്. അവസാനവട്ട പരിശീലനം പുരോഗമിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിദർഭയ്ക്കെതിരെ അവർ മികച്ച ടീമാണ്. അവർക്ക് കരുൺ നായർ അടക്കമുള്ള, യാഷ്രാത്തോട് അടക്കമുള്ള മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തതും വിക്കറ്റ് എടുത്തതും ഒക്കെ തന്നെ അവരുടെ പ്ലേയേഴ്സാണ്. എന്നിരുന്നാൽ പോലും ഏത് കരുത്തരെങ്കിലും അവർക്കെതിരെ ഒട്ടും തന്നെ ഭയമില്ല. ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിന്റെ ചുണക്കുട്ടികളുള്ളത്. അനുജ, ശരി, കേരളത്തിന്റെ ഡ്രീം ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. ഇവിടെ തോൽവി നുണഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ പ്രതീക്ഷയിലാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് വലിയ ആത്മവിശ്വാസം കേരളത്തിന് തുണയായി എത്തുമോ എന്നൊക്കെയുള്ള നാളെ അറിയാം. കിരീട പ്രതീക്ഷയുമായി ഇതാദ്യമായി ഫൈനലിലേക്ക് എത്തുകയാണ് കേരള ടീം. കിരീടവുമായി കേരളം മടങ്ങുമോ എന്നൊക്കെയുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. വിദർഭയാണ് എതിരാളികൾ. അവസാന പരിശീലനം നടക്കുന്നു. വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം നാഗ്പൂരിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.